ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത്. 2 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചു വെക്കണം. ചോറ് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് അരി മാറ്റിവെക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിനായി ഒരു വലിയ പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോൾ 4 ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ, 5 കരയാമ്പൂ, 1 ക്യാരറ്റ് ചെറുതായി നുറുക്കിയത്, പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞത്, 2 ടീസ്പൂൺ ഡാൽഡ, 2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളപ്പിക്കണം. വെള്ളം നന്നായി തിളച്ചു തുടങ്ങിയാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ അരി വേവും. വേവ് കൂടിയാൽ ചോറ് ആകെ കുഴയുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. അരി ഒരു 90% വെന്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെയിനറിലിട്ട് വെള്ളം വാർക്കാം. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടുന്നതിനായി അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള എന്നിവ വറുത്തെടുക്കേണ്ടതുണ്ട്. വറുത്തെടുക്കാനായി നെയ്യോ ഡാൽഡയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിൽ ഡാൽഡ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഇതെല്ലാം വളരെ ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. ഉണക്കമുന്തിരി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അതിനുശേഷം ഒരു വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വറുത്തെടുക്കണം. സബോള വറുത്തെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ബ്രൗൺ നിറമാവുന്നതോടുകൂടി സബോള അടുപ്പത്ത് നിന്ന് മാറ്റേണ്ടതാണ്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാനായി തുടങ്ങാം. അതിനായി മല്ലിയില, പുതിന എന്നിവ 5 തണ്ട് വീതം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 4 ടീസ്പൂൺ RKG നെയ്യ് എന്നിവയും വേണം. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസിൽ 1 നുള്ള് മഞ്ഞ കളർ, 1 ടീസ്പൂൺ പാല് എന്നിവ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സബോളയാണ്. പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചോറിടണം. ചോറിന് മുകളിലേക്ക് നെയ്യ്, ഗരം മസാലപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി,
മല്ലിയില, പുതിന, ചെറുനാരങ്ങ നീര്, എസൻസ് എന്നിവ ഇട്ടതിന് ശേഷം അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കണം. ചോറിന് മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ നെയ്യ്, കറിമസാലപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൈനാപ്പിൾ എസൻസ്, ചെറുനാരങ്ങ നീര്, പുതിന, മല്ലിയില എന്നിവ ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായി നേരത്തെ വറുത്തു മാറ്റി വെച്ച സബോളയും ഇട്ട് കൊടുക്കണം. പാത്രം മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് ചെറുതീയിൽ വേവിക്കണം. ഒരു സൈഡിൽ നിന്ന് എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബിരിയാണി പാത്രത്തിലേക്ക് ഇടേണ്ടത്. നല്ല സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Thank you for watching.